നമ്മൾ കാണുന്നില്ല എന്ന് വെച്ചിട്ട് അവിടെ പാമ്പില്ലെന്ന് പറയുന്നത്. കാരണം പ്രത്യേകിച്ച് ഈ പാമ്പ് പകല് ഇറങ്ങാന്നുള്ളത് വളരെ അപൂർവ. രാത്രി ജയന മാത്രം പോരല്ലോ പാമ്പും. ചതലില്ല, അത് കാരണം പാമ്പായിട്ട് അധികം നേരം ഇരുന്നില്ല. ഉള്ളിലേക്ക് പോയിട്ട് അതേപോലെ തന്നെ തിരിച്ചു വന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ അമ്മ മോട്ടർ അടിക്കാൻ പറ്റും. മോട്ടർ പുറ്റ് എന്റെ പ്രശ്നം വരില്ലല്ലോ. പുറ്റ് പ്രശ്നം വിശ്വാസമാണ്. പുറ്റ് പ്രശ്നം വരുമോ? പുറ്റ് നാശാവോ? എന്താ പറഞ്ഞ പുറ്റ് നാശാവോ? പുറ്റ് നാശാവണോ വേണ്ടയോ? വേണ്ട. മോട്ടർ പിടിക്കാൻ പാടില്ല. ജയന മാത്രം പോരല്ലോ. പക്ഷെ ഇതുവരെ അവിടെ പാമ്പിനൊന്നും അങ്ങനെ കാണാറില്ല. നമ്മൾ കാണാത്തതാണ്. നമ്മൾ കാണുന്നില്ല എന്ന് വെച്ചിട്ട് അവിടെ പാമ്പില്ലെന്ന് പറയുന്നത്. കാരണം പ്രത്യേകിച്ച് ഈ പാമ്പ് പകല് ഇറങ്ങാന്നുള്ളത് വളരെ അപൂർവ.
ഇതിലൊക്കെയാണല്ലോ, അത് രാത്രി മാത്രമേ വെള്ളിക്കെട്ടനല്ലത്. വെള്ളിക്കട. ഈ കല്ല് ഇങ്ങനെ കൂട്ടിയിട്ടില്ലേ, ഇങ്ങനത്തെ ഇടയിൽ ഈ സാധനങ്ങൾ കൂടുതലുണ്ടാവും. അത് ചെറുത്, അത് ഇത്രേ ഉള്ളൂ. അതെ ഞാൻ ഇന്നലെ ഇതിനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞേ, എന്നിട്ട് ഇപ്പൊ ഇവര് ഫോട്ടോ ഒക്കെ കാട്ടിയിരുന്നു. അപ്പൊ അത് ഇങ്ങനത്തെയാണോ ചോദിച്ചപ്പോ ആ പടം കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇതാണ് സംഭവം കണ്ടിട്ടുള്ളത്. അപ്പൊ മോനൊക്കെ പറഞ്ഞു ഇത് വെള്ളിക്കെട്ടനാണ് സംഭവം. പറഞ്ഞ പോലെ ഇന്നലെ ഈ നേരം തന്നെ. അതെ, ഈ ശംഖുവരേന് ഇതൊരു പെട്ടതില്ല, ഇതന്നെയല്ല. പെട്ടതല്ല, അതായത് ഈ വെള്ളിക്കെട്ടന്റെ വേറെ പേരാണ് ശംഖുവരൻ. അല്ല, ഒരു ബ്രൗൺ കളർ മോതിരവളയൻ. അതൊരു ബ്രൗൺ കളർ. നമ്മുടെ നാട്ടില് ഒറ്റ ഇനം അല്ല, ബ്രൗൺ കളറിൽ കെട്ടുള്ളത് കാണല്ലോ. ബ്രൗൺ കളറിൽ കെട്ടുള്ളത് വേറെ കാട്ടുപാമ്പാണ്. കാട്ടുപാമ്പ നമ്മുടെ നാട്ടില് 130ഓളം ഇനം പാമ്പുകളുണ്ട്. അതിൽ ഏതാണ്ട് ഒരു 70-80% അല്ല, ചേരര പോലത്തെ കുറെ കെട്ടുള്ളത്, ചേരര പോലെ നല്ല പാമ്പുകൾ, അതിൽ കാട്ടുപാമ്പ്. അത് കാട്ടുപാമ്പ്. ഇത് ചെറുതുണ്ട് അങ്ങനെ ഇതേപോലെ ബ്രൗൺ കെട്ട് ബ്രൗൺ നിറത്തില് ചോർപ്പാമ്പ് എന്ന് പറയും, വെള്ളി വരയും. ഇതിനെ മിമിക് ചെയ്യുന്ന കണ്ടുകഴിഞ്ഞ പോലത്തെ പാമ്പ്, അതിന്റെ ബ്ലാക്ക് സ്വത്തല്ല കടിക്കും. നമ്മുടെ നാടിനേറ്റ് ഹൃദയത്തെ മതിക്കും, തലച്ചോറ് മതിക്കും. അങ്ങനെയാണ് കുട്ടിക്കും നേരെ നമ്മള് വനംവകുപ്പിൽ റിപ്പോർട്ട് ചെയ്യും, അവിടെ ഹാൻഡ് ഓവർ ചെയ്യും. അതുകൊണ്ട് കൂട്ടായിട്ടുള്ള പാമ്പുകൾ കൂട്ടായിട്ട് നടക്കില്ല. പിന്നെ മറ്റേ സിറ്റുവേഷൻ പോലെ കുഞ്ഞുങ്ങൾ എവിടെയും മുട്ടയിട്ട് നീങ്ങി കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തെ എനിക്ക് മെസ്സേജ് വന്നിരുന്നു, ബാത്റൂമിനുള്ളില്ല ഇതിന്റെ കുഞ്ഞ് 3 എണ്ണത്തിനധികം കണ്ട് കിട്ടി. ഈ ഒരു വിഷയം കൂടെ അറിഞ്ഞപ്പോൾ അവർ ഭയങ്കര പനിക്കാം. ആ കുട്ടിയുടെ തലോണ്ട അടിയിൽ കിടക്കണമെന്നല്ലേ പറഞ്ഞേ, ആ മറ്റേ കുട്ടിയുടെ തലോണ്ട അടിയിലാണ് ഇത് വീട്ടിന്റെ കൂടി കിടന്ന് കഴിച്ചാലേ ഉറങ്ങുന്ന സമയത്ത് വളരെ ചെറിയല്ല ഉറുമ്പ് പിടിച്ച വേനലിൽ നമ്മളങ്ങനെ തിരിഞ്ഞിരുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടുപോകാനുള്ള യോഗ എടുത്തവനെ, അതാണ് ഇന്നലെ ഇപ്പൊ കണ്ടു, ഇന്നിപ്പോ കണ്ടു. ഇപ്പൊ നമുക്ക് ഇതിപ്പോ പുറത്ത് വെച്ചാണെങ്കിൽ ഇതിന്റെ ഡബിൾ ഇരട്ടി താഴ്ചയില് അണ്ടർഗ്രൗണ്ട് കുറെ കാലം ഇങ്ങനെ ഈ കുറ്റി തുറന്നിട്ട്. പക്ഷെ എന്നാ അതിന്റെ അടുത്ത് പരിസരത്തൊന്നും പാമ്പിനൊന്നും കാണാറുമില്ല. ഇതിലിപ്പോ ചതിലില്ലേ, അതുകൊണ്ട് അല്ല, അത് ചതില് ഒഴിഞ്ഞു പോയാലുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വേറെ പാമ്പുകളുണ്ട്, ചതില് തിന്നുന്ന പാമ്പുകളുണ്ട്. അത് ഈ കൊക്കുരുട്ടി എന്നൊക്കെ പറയുന്ന കുരുടി പാമ്പ് കേട്ടില്ല, അതിന്റെ വലുതുണ്ട്. അതിങ്ങനെ അതിന്റെ ഭക്ഷണം ചെതല അതിനുള്ളിൽ കയറി നല്ല കണത്തിൽ തിളങ്ങി നല്ല തിളക്കത്തെ വഴിയൊഴുപ്പ് പോലെ കാണുമ്പോൾ